കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഐഎം നേതാക്കൾക്ക് തിരിച്ചടി. പ്രതികൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കലൂർ PMLA കോടതി വ്യക്തമാക്കി. സിപിഐഎം നേതാക്കളായ കെ രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, MM വർഗീസ് ഉൾപ്പെടെ 28 പ്രതികൾക്ക് ഹാജരാകാൻ നിർദ്ദേശിച്ച് കോടതി സമൻസ് നൽകി. പരമോന്നത കോടതിയിൽ പോകേണ്ടി വന്നാലും കേസിനെ നിയമപരമായി നേരിടുമെന്നാണ് സിപിഐഎമ്മിന്റെ പ്രതികരണം. BNS പ്രകാരം കേസിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ കുറ്റപത്രം സ്വീകരിക്കുന്നതിന് മുമ്പ് പ്രതികൾക്ക് അവരുടെ ഭാഗം പറയാൻ അവസരമുണ്ട്. അത്തരത്തിൽ കരുവന്നൂർ കേസിലെ 28 പ്രതികൾ തങ്ങൾക്കെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതിയിൽ വാദിച്ചു. CPIM നേതാക്കളായ കെ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കമുള്ളവരാണ് ഈ വാദം ഉന്നയിച്ചത്. എന്നാൽ കോടതി തള്ളി. പ്രതികൾക്കെതിരെ പ്രഥമദൃഷ്ടിയാൽ തെളിവുകളുണ്ടെന്നും കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും ആവശ്യപ്പെട്ട് സമൻസ് അയക്കാൻ നിർദ്ദേശം നൽകി. അടുത്ത മാസം 4-ന് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. നിയമപരമായ കാര്യങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് മാർഗം. ആ മാർഗത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. രാഷ്ട്രീയമായിട്ടാണ് വരുന്നതെങ്കിൽ രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടുകയും ചെയ്യും. സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടക്കുന്ന വിവിധ കാലയളവിൽ തൃശൂർ CPIM ജില്ലാ സെക്രട്ടറിമാരായിരുന്നു കെ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് എന്നിവർ. CPIM പാർട്ടിയുടെ പേരും പ്രതിപ്പട്ടികയിലുണ്ട്. ആകെ 83 പ്രതികളാണുള്ളത്. പ്രതികൾ തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചെന്നാണ് ED ആരോപിക്കുന്നത്. 128 കോടി രൂപ പ്രതികളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.